കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് 18/5-ലും 23/5-ലുമായിട്ട് ഇവിടെ 2 ലേലങ്ങൾ നടത്തുകയുണ്ടായി. ഒന്ന് നമ്മുടെ കിഴിവിലം പബ്ലിക് മാർക്കറ്റും കൃഷി ഓഫീസും ലേലം ചെയ്യുകയുണ്ടായി. അതിൽ 18-ാം തീയതി നടന്ന നമ്മുടെ ലേലത്തിൽ നമ്മുടെ മുടപുരം മാർക്കറ്റ് 3 ലക്ഷം രൂപയ്ക്ക് പിടിക്കുകയും നമ്മുടെ കൃഷി ഓഫീസ് 1,25,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് 1,12,000 രൂപയ്ക്ക് ലേലം ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസ് 1,12,000 രൂപയ്ക്ക് വിഷ്ണു എന്ന് പറയുന്ന ആറ്റിങ്ങലുള്ള ഒരു വ്യക്തിയാണ് പിടിച്ചത്. മറ്റത് 3 ലക്ഷം രൂപയ്ക്ക് പിടിച്ചത് മുഹമ്മദ് അസീം വള്ളക്കടവ് എന്നുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇത് പിടിച്ചത്. എന്നാൽ ഈ വ്യക്തിയെ നമ്മുടെ ലേലത്തിൻ്റെ അന്ന് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ലേലത്തുക അന്ന് തന്നെ, ലേലം പിടിക്കുന്നതിൻ്റെ അന്ന് തന്നെ ലേലത്തുക അടയ്ക്കണം എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ ലേലത്തുക അടയ്ക്കാതെ പോവുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23/5/2026 രാവിലെ 11 മണിക്ക് റീലേലം ഉണ്ടാവുകയും ചെയ്താൽ, ആ റീലേലത്തോട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ലിസ്റ്റുകൾ പരിശോധിക്കുക. ഇതിനകത്ത് ഒരു കള്ളങ്ങളോ ഒന്നുമുള്ള അവസ്ഥ അല്ല. ഇതിനകത്ത് സത്യസന്ധമായി ഇതിനകത്ത് റെക്കോർഡുകൾ പരിശോധിച്ച് നിങ്ങൾക്ക് തെളിവുകൾ വെളിപ്പെടുത്തുക. ഏതാണ്ട് 34ഓളം ആൾക്കാർ, 33ഓളം ആൾക്കാരാണ് നമ്മുടെ ഈ മുടപുരം പബ്ലിക് മാർക്കറ്റ് അന്നത്തെ ദിവസം, ആദ്യ ദിവസം ലേലത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് 46 പേരാണ് ആദ്യ ദിവസം ലേലത്തിൽ പങ്കെടുത്തത്. 46ാമത്തെ പേരെന്ന ആളാണ് പങ്കെടുത്തത്. അപ്പോൾ ഈ 46 പേര് പങ്കെടുത്തതിലാണ് 3 ലക്ഷം രൂപയ്ക്ക് ആൾ പിടിച്ചത്. രണ്ടാമത്തെ ലേലം എന്ന് പറയുന്നത് 23/5-ലാണ് രണ്ടാമത്തെ ലേലം നടന്നത്. ആ ലേലത്തിൽ അന്ന് മൊത്തം പങ്കെടുത്തത് 33 പേര് പങ്കെടുത്തു. 33 പേരാണ് ആ ലേലത്തിൽ പങ്കെടുത്തത്. കാരണം അന്ന് ഇതുപോലെ പറ്റിപ്പ് നടന്നതുകൊണ്ട് ഡെപ്പോസിറ്റ് തുകയായി 10,000 രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റിയിലെടുത്ത തീരുമാനം. പക്ഷേ നിർഭാഗ്യവശാൽ 20,000 രൂപയ്ക്കാണ് അന്ന് ഈ 33 പേരും കൂടെ ഒരുമിച്ച് വന്ന് ലേലത്തിൽ പങ്കെടുക്കുകയും അവർ ഈ നൗഷാദ് വിളയിൽ വീട് എന്ന് പറയുന്ന ആള് ആണ് ഈ ലേലം പിടിച്ചത്. അപ്പോൾ ആ പുള്ളി 20,000 രൂപയ്ക്ക് ലേലം പിടിച്ച്, എന്നിട്ട് നമ്മൾ ആ ലേലം പിടിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, ഈ ലേലം അംഗീകരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ചാണ് ഈ ലേലം അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ലേലം പിടിച്ച ആൾക്കാർ മുഴുവനായിട്ട് അതിനുശേഷം, ലേലം കഴിഞ്ഞതിന് ശേഷം ഇത് മറച്ചു വിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായതായി ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല പഞ്ചായത്ത് ഇത് അസ്ഥിരപ്പെടുത്തിയത്. കാരണം പഞ്ചായത്തിന് കിട്ടേണ്ട പൈസയാണ്. കഴിഞ്ഞ രണ്ടാമത് വിളിച്ചത് 1,65,000 രൂപയ്ക്കാണ് ആദ്യം 15-ാം തീയതി ലേലം നടന്നപ്പോൾ പിടിച്ചത്. പക്ഷെ അത് രണ്ടാമത്തെ ആളിന് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല, റീടെൻഡർ വെച്ച് ലേലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത് ലേലം വെച്ചത്. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന 21 മെമ്പർമാരുടെയും തീരുമാനം പുനർലേലം ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. 30-ാം തീയതി പുനർലേലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്രപരസ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ ഒരുവിധ അഴിമതി കാണിച്ചെന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ഇതിനകത്ത് വ്യക്തമായി നിങ്ങൾക്ക് ഈ രേഖകൾ പരിശോധിക്കുക. ഇത് പഞ്ചായത്തിൻ്റെ ലേല രജിസ്റ്ററാണ്. ഇത് ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ, അതായത് 24-25 നമ്മുടെ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള രജിസ്റ്ററാണ്. ഈ രജിസ്റ്ററിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിജിലൻസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കുഴപ്പമില്ല. 21 അംഗങ്ങളും കൂടെയാണ് തീരുമാനിച്ചത് ഇത് പുനർലേലം നടത്തണമെന്നും. 23-ാം തീയതി ലേലത്തിന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ലേലമായിരുന്നു. തീർച്ചയായിട്ടും 2 ദിവസം കൊണ്ട് ഇവിടെ വളരെ സംഘർഷാവസ്ഥമായ രീതിയിലുള്ള ഒരു വിഷയങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കോ പഞ്ചായത്തിനോ യാതൊരു വിധ നാശനഷ്ടങ്ങളും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. റീലേലം 30-ാം തീയതി ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്.